DCC അധ്യക്ഷ പദവിയിൽ തുടരാൻ താൽപര്യമില്ലെന്ന എൻ ശക്തൻ. പുനഃസംഘടനയിൽ പുതിയ അധ്യക്ഷനെ തീരുമാനിക്കണമെന്നും ശക്തനെ പദവിയിൽ നിലനിർത്താനായിരുന്നു നേതൃത്വത്തിന്റെ തീരുമാനം. നൃപൻ ചക്രവർത്തി വിവരങ്ങളുമായി ചേർന്നുണ്ട്. നൃപൻ, ഇത്തരത്തിൽ ശക്തനെ പദവിയിൽ നിലനിർത്താനായിരുന്നു നേതൃത്വത്തിന്റെ നീക്കങ്ങൾ. ആ നീക്കങ്ങൾ പക്ഷേ ഫലം കണ്ടില്ല. ഈ നേതൃസ്ഥാനത്ത് തുടരാൻ താൽപര്യമില്ല എന്ന എൻ ശക്തൻ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. ആര്യ, ഈ പാലോട് രവി ഒഴിഞ്ഞ പദവിയിലേക്ക് താൽക്കാലിക ചുമതലയാണ് എൻ ശക്തന് നൽകിയിട്ടുള്ളത്. അദ്ദേഹം സീനിയറായിട്ടുള്ള കോൺഗ്രസിൻ്റെ KPCCയുടെ വൈസ് പ്രസിഡൻ്റാണ്. അത്തരം ഒരു പദവിയിൽ തുടരുന്ന ആളാണ്. പഴയ മുൻ മന്ത്രിയാണ്. ഡെപ്യൂട്ടി സ്പീക്കർ പദവി അലങ്കരിച്ച ഒരാളാണ്. അദ്ദേഹത്തിന് ഈ നിലവിലുള്ള തർക്കങ്ങൾ കാരണം പാലോട് രവി ഇങ്ങനെ ടെലിഫോൺ സംഭാഷണം പുറത്തു വരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിവാദമാകുന്നു. അദ്ദേഹത്തിനെ രാജിവയ്പ്പിക്കുന്നു. അങ്ങനെ അടിയന്തരമായി എൻ ശക്തനെ DCC അധ്യക്ഷ പദവിയിലേക്ക് താൽക്കാലിക ചുമതല നൽകിയതാണ്. പകരം KPCC പുനഃസംഘടന ഉണ്ടാകുമ്പോൾ പുതിയ DCC അധ്യക്ഷനെ കൊണ്ടുവരും എന്നതായിരുന്നു ശക്തന് നൽകിയിട്ടുള്ള ഉറപ്പ്. പകരം പല പേരുകൾ ഉയർന്നു വന്നു. മണക്കാട് സുരേഷ്, ചെമ്പഴുന്തി അനിൽ, ശബരിനാഥൻ, ശരത്ചന്ദ്ര പ്രസാദ് തുടങ്ങിയ പേരുകളാണ് ഉയർന്നു വന്നത്. ഇതിൽ ആരെങ്കിലും ഒരാൾ DCC അധ്യക്ഷനാകും എന്നതായിരുന്നു ശക്തനുണ്ടായിരുന്ന ധാരണ. പക്ഷേ KC വേണുഗോപാലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള മണക്കാട് സുരേഷിനെതിരെ VD സതീശൻ്റെ ചെമ്പഴുന്തി അനിൽ തന്നെ DCC അധ്യക്ഷനാകണമെന്ന കടുംപിടുത്തമാണ് വലിയ തരത്തിലെ തർക്കമായത്. ഈ തർക്കം ഈ ഉന്നയിച്ച പേരുകൾ സംബന്ധിച്ച് തർക്കമുണ്ടായപ്പോൾ മുതിർന്ന നേതാക്കൾ തന്നെ നിർദ്ദേശിച്ചു ശക്തൻ തന്നെ തുടരട്ടെ എന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചു. പക്ഷേ ശക്തമായ ഭാഷയിലാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് തനിക്ക് ഈ പദവിയിൽ തുടരാൻ താല്പര്യമില്ല. കാരണം ഇത് ശക്തനെ ഒതുക്കാൻ കൂടിയാണ് ഇങ്ങനെ DCC അധ്യക്ഷ പദവിയിൽ അദ്ദേഹത്തെ തുടരാൻ അനുവദിക്കുന്നത് എന്ന ഒരു കാര്യം കൂടി ശക്തന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം ശക്തൻ DCC അധ്യക്ഷ പദവി തുടരുകയാണെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയില്ല. ശക്തന് പകരം അതേ വിഭാഗത്തിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട യുവ നേതാവിന് സീറ്റ് നൽകാനാണ് നേതാക്കൾ തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള ധാരണ. ശക്തൻ DCC അധ്യക്ഷനായി തുടരട്ടെ എന്ന തീരുമാനത്തിൽ അദ്ദേഹം DCC അധ്യക്ഷനാണ്. അതുകൊണ്ട് പകരം നിയമസഭയിൽ മറ്റൊരാൾക്ക് സീറ്റ് നൽകാം, യുവ നേതാവിന് സീറ്റ് നൽകാം എന്നൊരു ധാരണ കൂടി ശക്തൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പദവിയിൽ തുടരാൻ താല്പര്യമില്ല എന്ന് നേതാക്കളെ അറിയിച്ചത്. അദ്ദേഹം കടുത്ത ഭാഷയിൽ തന്നെ തനിക്ക് ഉത്തരവാദിത്തത്തിൽ തുടരാൻ കഴിയില്ല, അതുകൊണ്ട് താൽക്കാലിക ചുമതലയാണ് നൽകിയത്. അങ്ങനെയാണ് ആ ചുമതല ഏറ്റെടുത്തത്. അതുകൊണ്ട് താൽക്കാലിക ചുമതല മാത്രമേ തനിക്ക് വഹിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് DCC പുനഃസംഘടന ഉണ്ടാകുമ്പോൾ മറ്റ് ജില്ലകൾക്കൊപ്പം പുതിയ DCC അധ്യക്ഷനെ തിരുവനന്തപുരത്തും പ്രഖ്യാപിക്കണം, അല്ലെങ്കിൽ താൻ ഈ പദവിയിൽ തുടരില്ല എന്ന് നേതൃത്വത്തെ അറിയിച്ചു. ശക്തമായ ഭാഷയിൽ തന്നെയാണ് അദ്ദേഹം തൻ്റെ നിലപാട് അറിയിച്ചിട്ടുള്ളത്. പലതരത്തിലുള്ള തർക്കങ്ങൾ തിരുവനന്തപുരത്ത് ഇപ്പോഴും തുടരുന്നുണ്ട്. ആ തർക്കത്തിൻ്റെ സമവായത്തിൻ്റെ ഭാഗമായി ശക്തനെ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. അതുകൊണ്ട് തനിക്ക് ഈ പദവിയിൽ തുടരാൻ കഴിയില്ല എന്ന നിലപാട് അദ്ദേഹം നേതൃത്വത്തെ അറിയിച്ചു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. ആര്യ, അതായത് പുതിയ അധ്യക്ഷ പദവിയിൽ നിരവധി പേരുകളാണ് ഉയർന്നു വന്നത്. ഈ പേരുകളുടെ തർക്കത്തെ തുടർന്ന് കൂടിയാണ് ഈ ശക്തനെ തുടരാൻ നേതൃത്വം തീരുമാനിച്ചത്. പക്ഷേ ഈ നിയമസഭയിലേക്ക് ശക്തനെ തടയാനുള്ള ഒരു നീക്കവുമായും നേതൃത്വം ഇതിനെ കണ്ടിട്ടുണ്ട്. അതായത് ശക്തനെ ഈ പദവിയിൽ തുടർന്നാൽ നിയമസഭയിലേക്ക് ഒരുപക്ഷെ ശക്തന് മത്സരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അത് മുന്നിൽ കണ്ടുകൊണ്ടാവണം ശക്തനെ ഒഴിവാക്കി യുവ നേതാക്കളെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാനുള്ള നേതൃത്വത്തിന്റെ തീരുമാനം. അത് കണ്ടുകൊണ്ടായിരിക്കണം ഈ ശക്തന്റെ മറുനീക്കം. തീർച്ചയായും ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പഴഞ്ചൊല്ലു പോലെ ശക്തൻ തൽക്കാലം തുടരുകയാണെങ്കിൽ നിലവിൽ DCC അധ്യക്ഷൻ്റെ പദവിയിൽ തർക്കമുള്ള നേതാക്കളെയെല്ലാം ഒതുക്കാൻ കഴിയും. മാത്രമല്ല ശക്തൻ DCC അധ്യക്ഷനല്ലേ, അതുകൊണ്ട് നിയമസഭയിൽ മത്സരിക്കുകയും വേണ്ട, മറ്റൊരാളിനെ ആ പദവിയിലേക്ക് പരിഗണിക്കുകയും ചെയ്യാം. നേരത്തെ തന്നെ പലതരത്തിലുള്ള പേരുകൾ ഉയർന്നു വന്നു. അതിൽ ഒരു യുവ നേതാവിനാണ് ശക്തൻ മത്സരിച്ച മണ്ഡലത്തിൽ നേതൃത്വം ഒരു ധാരണയിലെത്തിയിട്ടുള്ളത്. ശക്തൻ 2 മണ്ഡലങ്ങളിലാണ് മത്സരിക്കുന്നത് താല്പര്യം പ്രകടിപ്പിച്ചത്. ആ 2 മണ്ഡലങ്ങളിലും പകരം പേരുകൾ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ശക്തൻ അതിനു വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ DCC അധ്യക്ഷ പദവിയിൽ അദ്ദേഹം തുടരട്ടെ എന്ന ഒരു ധാരണ നേതാക്കൾ എടുക്കുന്നു. ഒപ്പം തന്നെ ഈ തർക്കം പരിഹരിക്കാനുള്ള ഒരു പോംവഴി കൂടിയായി, ഒരു ഫോർമുലയായി ശക്തൻ തുടരട്ടെ എന്ന വാദം മുന്നോട്ട് വയ്ക്കുന്നു. പക്ഷേ ശക്തൻ പറയുന്നത് അദ്ദേഹം നേതൃത്വത്തെ അറിയിച്ച് താൻ താൽക്കാലിക ചുമതലയാണ് ഏറ്റെടുത്തത്, അത് ഭംഗിയായി നിറവേറ്റുന്നു. ആ സംഘടനാ പുനഃസംഘടന ഈ ആഴ്ച തന്നെ ഉണ്ടായി. DCC അധ്യക്ഷന്മാരുടെ മാറ്റമുണ്ടാകും. DCC അധ്യക്ഷന്മാരുടെ മാറ്റമുണ്ടാകുമ്പോൾ തന്നെ ഈ പദവിയിൽ തുടരാം എന്ന് കരുതി തിരുവനന്തപുരത്ത് പുതിയ DCC അധ്യക്ഷനെ പ്രഖ്യാപിക്കാതെ ഇരിക്കരുത്. തീർച്ചയായും തിരുവനന്തപുരത്ത് പുതിയ DCC അധ്യക്ഷൻ വേണം. തനിക്ക് ഒരു കാരണവശാലും ഈ പദവിയിൽ തുടരാൻ താല്പര്യമില്ല എന്നാണ് പരസ്യമായി നേതാക്കളെ അറിയിച്ചത്. അതിൻ്റെ മറുപുറം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ആര്യയോട് പ്രേക്ഷകരോട് മുഖവരിയായി സൂചിപ്പിച്ചതുപോലെ, ആര്യ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയാകാനുള്ള എല്ലാ തരത്തിലുള്ള നീക്കങ്ങളും അദ്ദേഹം ചില മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയിരുന്നു. അതിൻ്റെ
ചുമതല പ്രകാരം പല പ്രവർത്തനങ്ങളും ആ മണ്ഡലം കേന്ദ്രീകരിച്ച് അദ്ദേഹം നടത്തി വരികയായിരുന്നു. KPCC വൈസ് പ്രസിഡന്റായാണ് അദ്ദേഹം തുടരുന്നത്. അതുകൊണ്ട് DCC അധ്യക്ഷൻ്റെ താൽക്കാലിക ചുമതല ലഭിക്കുമ്പോഴും അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നത് ഇതൊരു താൽക്കാലിക ചുമതല മാത്രമാണ്, പകരം ഇനി അദ്ദേഹത്തെ പുതിയ പ്രസിഡന്റ് വരുമ്പോൾ മാറ്റി ആ ചുമതലയിൽ നിന്ന് മാറ്റി നൽകിക്കൊള്ളാം എന്ന തീരുമാനമായിരുന്നു. പക്ഷേ തിരുവനന്തപുരത്തുണ്ടായ തർക്കം, ആ തർക്കത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചെമ്പഴന്തി അനിലിനെ തന്നെ DCC അധ്യക്ഷനാക്കണമെന്ന ഉറച്ച നിലപാട് സ്വീകരിക്കുന്നു. പക്ഷേ KC വേണുഗോപാലിൻ്റെ സന്തത സഹചാരിയും പഴയ KPCC സെക്രട്ടറിയും ഒക്കെ ആയിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയൊക്കെ ആയിട്ടുള്ള സീനിയർ നേതാവാണ് മണക്കാട് സുരേഷ്. മണക്കാട് സുരേഷ് ഏകദേശം DCC അധ്യക്ഷ പദവിയിലേക്ക് എത്തുമെന്ന സ്ഥിതിയായപ്പോഴാണ് പുതിയ നിർദ്ദേശമായി ചെമ്പഴന്തിയുടെ പേര് മുന്നോട്ട് വെച്ചത്. ഇതാണ് തർക്കത്തിന് കാരണം. ഇപ്പോൾ ശക്തനും ആ പദവിയിൽ തുടരാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ്. ആര്യ. ശരി, നൃപ്പനാണ് വിവരങ്ങൾ നൽകിയത്.